നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. ഇന്ന് നമ്മളൊരു മൂവി, പുത്തനായിട്ടുള്ള സിനിമ റിവ്യൂ ചെയ്യുന്നത് അന്വേഷിപ്പിൻ കണ്ടെത്തും. ടോവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും. ഞാൻ കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. അതിന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും പെട്ടെന്ന് പറയാം. പോസിറ്റീവ് സൈഡ് ആദ്യം തന്നെ പറയാം. ഡാർവിൻ കുര്യാക്കോസിന്റെ സംവിധായകനാണ്. അതിഗംഭീരമായിട്ട് സംവിധാനം എന്നുള്ള വളരെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. അവർ ആവറേജ് സംവിധാനം എന്ന് എനിക്ക് തോന്നി. റിട്ടൺ ബൈ ജിനു എബ്രഹാം അത്യാവശ്യം എനിക്കൊന്ന് ഡയറക്ഷനെക്കാട്ടി എനിക്കൊന്ന് എൻ്റെ സ്ക്രിപ്റ്റ് എഴുത്തിൽ കുറച്ച് സസ്പെൻസും ട്വിസ്റ്റും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം കൈയടി കൊടുക്കേണ്ട ഒരാളാണ് ജിനു എബ്രഹാം. 3, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് സന്തോഷ് നാരായൺ. ഒരു 70% ഈ സിനിമയെ നമ്മളെ പിടിച്ചിരുത്തുന്നത് ഈ സന്തോഷ് നാരായണൻ്റെ മ്യൂസിക് തന്നെയാണ്, സംശയം വേണ്ട. സിനിമാറ്റോഗ്രാഫി നന്നായിട്ടുണ്ട്. കാരണം 90-ലെ കാലഘട്ടമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ സിനിമാറ്റോഗ്രാഫി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ടും എടുത്തു പറയേണ്ടതാണ്. 90 കാലഘട്ടമൊക്കെ നമ്മൾ അറിയാതെ തന്നെ അതിനകത്ത് ലയിച്ച് പോകുന്ന രീതിയിലുള്ള കാര്യമാണ്. പിന്നെ ലാഗ് ഒട്ടും തന്നെ ഈ സിനിമയിലില്ല. എനിക്ക് 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ സാധാരണ ലാഗ് ഇപ്പോഴത്തെ കാലത്ത് പറയുന്നൊരു പ്രധാനപ്പെട്ട വാക്കാണ് ലാഗ് എന്ന് പറയുന്നത്. ലാഗ് ഒട്ടും തന്നെ അടിക്കാത്ത വളരെ സ്മൂത്തായിട്ട് പോകുന്നൊരു സിനിമ. പിന്നെ ഇതിൻ്റെ അഭിനയിച്ചവരുടെ കാര്യം എടുത്ത് പറയുവാണെങ്കിൽ ടോവിനോ തോമസ് വളരെ നന്നായിട്ട് പുള്ളിക്ക് കൊടുത്ത കഥാപാത്രം നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പം പല സിനിമകളും അദ്ദേഹം പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സ്ഥിരം ക്ലീഷയാണ് എന്നാൽ പോലും നീതിമാനായ, വളരെ കർക്കശക്കാരനായ, അങ്ങനെയൊക്കെയുള്ളൊരു പോലീസ് ഓഫീസറിന് ടോവിനോ തോമസിൽ വളരെ ഭദ്രമായിരുന്നു ആ റോള്. എനിക്ക് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് 2-3 പേരുടെ റോളുകളാണ്. ഒന്ന് ബാബുരാജ്. എനിക്ക് ബാബുരാജിൻ്റെ ഒരു തിരിച്ചുവരവായിട്ടൊരു പടമായിരിക്കും. കുറച്ച് സീനുകളേ ഉള്ളൂ. ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഒരാളാണ്. നമുക്കൊരു ഇങ്ങനെയുള്ള ക്രൈം സിനിമകളിൽ ഒരു 2-3 രംഗങ്ങൾ ചിലപ്പോൾ ചിരി ഉണ്ടെങ്കിൽ ആ ചിരി നല്ലപോലെ ആസ്വദിക്കുക. അങ്ങനെ ചിരി തന്ന ഒരാൾ ബാബുരാജാണ്. ചിരിക്കണം എന്നുള്ളതല്ല, അതിനകത്ത് 2-3 സീനുകൾ ആകെ ചിരിക്കാനുള്ള. അതിനകത്ത് ഒരാൾ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ബാബുരാജിൻ്റെ റോള്. പിന്നെ ചെറിയ റോളാണെങ്കിലും എടുത്തു പറയേണ്ട റോള് കോട്ടയം നസീർ ഗംഭീരമായിട്ടുണ്ട്. നമ്മുടെ അസീസ് നെടുമങ്ങാട്, അദ്ദേഹം ഇപ്പം ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇന്ദ്രൻസ് നമുക്കറിയാം ഇപ്പോഴത്തെ ഗംഭീര പെർഫോമറാണ്. ജഗദീഷ്, ഇന്ദ്രൻസ് ഇവരൊക്കെ തകർത്ത് മുന്നേറുന്ന സമയത്ത് ഇന്ദ്രൻസ് ഈ സിനിമയ്ക്കകത്ത് ഉണ്ട്. ഞാൻ കഥാപാത്രം ഏതാണെന്ന് പറയുന്നില്ല. ഇന്ദ്രൻസിൻ്റെ റോള് ഇന്ദ്രൻസ് നല്ല ഗംഭീരമായിട്ട്, സിമ്പിൾ ഗംഭീരം. നമ്മൾ പറയത്തില്ല, നമ്മൾ ചുമ്മാ അനായാസേന ചെയ്യുന്ന കഥാപാത്രം നമുക്ക് തോന്നുന്ന രീതിയിൽ ഇന്ദ്രൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോകുന്നവരെല്ലാം അത്യാവശ്യം കൈയടി മേടിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള പോലീസുകാരെല്ലാം കുഴപ്പമില്ലാതെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട വേറൊരെണ്ണൻ പ്രമോദ് എന്ന് പറഞ്ഞ നമ്മുടെ കിങ്ങക്കൊത്തയിലൊക്കെ തള്ളിമറിച്ച അണ്ണൻ നന്നായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അണ്ണൻ്റെ കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അണ്ണൻ്റെ രസമുണ്ട്. അണ്ണൻ്റെ സ്ക്രീൻ നല്ല പ്രസൻസ്, നല്ല രസമുണ്ട്. ഇങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ലാഗ് ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കാവുന്ന സിനിമയാണ്. പോസിറ്റീവ് വശം. നെഗറ്റീവ് വശങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയിൽ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ഘടകമില്ല. ഒരു സീനിൽ പോലും നമുക്ക് കൈയടിക്കേണ്ട സീനുകളൊന്നും തന്നെയില്ല. സത്യസന്ധമായ ഒരു സാധാരണ പ്രേക്ഷകനുള്ള ഇതിൽ എനിക്ക് തോന്നിയതാണ്. 1 ടൈം വാച്ചബിൾ മാക്സിമം അതേ ഉള്ളൂ. ആദ്യം സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ഒരേ പേസിൽ ഇങ്ങനെ നിലനിർത്തണം. ഒരു ഇച്ചിരി ഒന്ന് അവിടെ ഞാൻ ഒരു 70% മാർക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കൊടുക്കുന്നത്. കാരണം 100% കൊടുക്കണമെങ്കിൽ ചില സീനുകളൊക്കെ കൊണ്ടല്ലേ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഇത്. കാരണം ഇത് ഈ സിനിമ കുറച്ചൊക്കെ എവിടെയൊക്കെയോ ഗരുഡനെയോ അല്ലെങ്കിൽ കണ്ണൂർ സ്കോഡിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് സീനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലായിട്ട്. നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലീഷേ കഥാപാത്രമാണ് ഈ ടോവിനോയ്ക്കും കൊടുത്തേക്കുന്നത്. കഥാപശ്ചാത്തലം അത് തന്നെയാണ്, ഒരു ക്ലീഷേ കഥാപാത്രം. കാരണം എപ്പോഴും നമ്മൾ കണ്ടുമടുത്ത നീതിമാനായ, ഭയങ്കരം ഇതായിട്ടുള്ള സത്യസന്ധനായ പോലീസ് ഓഫീസർ തന്നെയാണ് ഇതിനകത്തും ടോവിനോ തോമസ്. അതിനകത്ത് സ്പോയിലർ ഒന്നുമില്ല. പിന്നെ എനിക്ക് ഭയങ്കര ക്ലീഷായിട്ട് തോന്നിയത് ഇതിനകത്ത് സിദ്ദിഖ്, ഏറ്റവും ഗംഭീര പെർഫോമറായ സിദ്ദിഖിന് സാധാ ഒരു റോൾ കൊടുത്തേക്കുന്നത്. കാരണം സ്ഥിരം ഒരു എസ് പി എന്ന് പറയുന്ന, അല്ലെങ്കിൽ IAS IPS ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയുന്ന ആ രീതിയിലൊരു റോൾ, ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഓഫീസർ. അദ്ദേഹം ഇവർക്ക് വേണ്ട സത്യസന്ധനായ നീതി രീതിയിൽ ഇവരെ താഴെയുള്ള SIയോ CA ഒക്കെ സഹായിക്കുന്ന രീതിയിൽ അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുന്ന സത്യസന്ധനായിട്ടൊരു ഓഫീസർ. സിദ്ദിഖിനൊന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ ഇല്ലാത്തൊരു ക്യാരക്ടർ. സിദ്ദിഖ് എനിക്കിതിനകത്ത് സ്ഥിരം ക്ലീഷായിട്ട് തന്നെ തോന്നി. പിന്നെ
ഈ പറഞ്ഞ പോലെ ബാബുരാജിൻ്റെയും ഇന്ദ്രൻസിൻ്റെയും ഇങ്ങനെയുള്ളവരുടെയൊക്കെ റോളുകൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഫീമെയിലായിട്ട് വലിയ ലീഡ് റോൾ ചെയ്യുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റോളുകളൊന്നും എടുത്തു പറയത്തക്ക രീതിയിലില്ല. പിന്നെ ഈ പറഞ്ഞ നെഗറ്റീവ് സൈഡ് പറഞ്ഞില്ലേ, നമ്മളങ്ങ് രോമാഞ്ചിഫിക്കേഷൻ വരുന്ന അങ്ങനെ ഉള്ള സീനുകളൊന്നുമില്ല. നമ്മൾ വളരെ ചുരുക്കി പറഞ്ഞാൽ വൺ ടൈം വാച്ചബിൾ. നമുക്ക് ഒരു വട്ടം കണ്ടുകൊണ്ടിരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. 2.5 മണിക്കൂർ നമ്മൾ കാശ് കൊടുക്കുന്നതിന് എന്തായാലും അതിന് മൂല്യം വേണം. 2.5 മണിക്കൂർ നമ്മൾ ബോറടിപ്പിച്ച് കൊല്ലുന്ന രീതിയിലൊരു സാധനമില്ല. തള്ളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷയില്ലാത്ത ഈ സിനിമ പറഞ്ഞുകൊണ്ട് ലാഗുകളൊന്നും ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും ഈ സിനിമയിൽ എടുത്തു പറയുന്ന രീതിയിലില്ല. എന്നാൽ നമുക്കൊരു നമ്മുടെ ഇതിലെ വൺ ടൈം റേറ്റിംഗ് ഒന്നും കൊടുക്കാൻ നമ്മൾ ആളല്ല. അതൊക്കെ അവരാണ്. എന്നാലും ഒരു ചുരുക്കം പറഞ്ഞാൽ ഇത് തന്നെ, ഒറ്റവട്ടം നമുക്ക് പോയി തിയേറ്ററിൽ പോയി കണ്ടാൽ പൈസ പോകത്തില്ലെന്ന് പറഞ്ഞില്ലേ, പൈസ പോകത്തില്ല, അത് ഉറപ്പിക്കാം. കണ്ടോണ്ടിരിക്കാവുന്ന സിനിമയാണ്. അന്നേരം ഇത്രയും കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവായിട്ടും പറയാം. അന്നേരം ഇത്രയും കാര്യങ്ങളുള്ളൂ ഈ സിനിമയുടെ ഇതിനകത്ത്. അന്നേരം ഓവർ എക്സൈറ്റ്മെൻ്റ് ഇല്ലാതെ പ്രതീക്ഷകളില്ലാതെ ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്കും ഇതേ അഭിപ്രായങ്ങൾ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ. അതിഗംഭീര ചിത്രം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാതെ തള്ളി മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്നേരം നമ്മൾ പിന്നെ അടുത്തൊരു റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഗംഭീര ചിത്രം എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അതാണ് സത്യം. അന്നേരം അതുകൊണ്ട് ഞാൻ കണ്ട സിനിമയുടെ റിവ്യൂ അതുപോലെ തന്നെ ഇടുന്നു. അതെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. മോശമെങ്കിൽ മോശം, നല്ലതാണെങ്കിൽ നല്ലത്. നിങ്ങളുടെ കമൻസുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത റിവ്യൂ ആയിട്ട് ബാക്കി വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്.